എരുമിയൂർ ഗ്രാമപഞ്ചായത്തിലെ ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിന്റെ വാർഷികാഘോഷം വർണ്ണാഭമായി. സെന്ററിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പുതിയ പദ്ധതികളുടെ ഉദ്ഘാടനവും നടത്തി. കുനിശ്ശേരി മാടമ്പാറയിൽ പ്രവർത്തിക്കുന്ന ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച തയ്യൽ യൂണിറ്റ്, ഖാദി വസ്ത്ര നൂൽ നിർമ്മാണ യൂണിറ്റ്, ബഡ്സ് വിദ്യാർത്ഥികൾ അഭിനയിച്ച മ്യൂസിക്കൽ ആൽബം തുടങ്ങിയ പദ്ധതികളുടെ ഉദ്ഘാടനമാണ് വാർഷികാഘോഷത്തോടനുബന്ധിച്ച് നടന്നത്. വാർഷികാഘോഷ ഉദ്ഘാടനവും മ്യൂസിക്കൽ ആൽബം സ്വിച്ച് ഓൺ കർമ്മവും KD പ്രസന്നൻ MLA നിർവഹിച്ചു. നമ്മളെക്കാൾ ഉയർന്ന പദവിയിലുള്ളവരാണ് ഈ ഭിന്നശേഷി ഉടമകൾ എന്ന് പറയുന്നത്. സാധാരണ മനുഷ്യരുടെ മുകളിൽ നിൽക്കുന്നവരാണവർ. അവരുടെ എല്ലാ കഴിവും ഈ സമൂഹത്തിന് വേണ്ടി, നമുക്ക് വേണ്ടി വിനിയോഗിക്കാൻ അവർക്കെല്ലാ തരത്തിലുമുള്ള സാധ്യതകൾ ഒരുക്കുന്നതാണ് ഈ ബഡ്സ് സ്കൂൾ. അതിൻ്റെ സംഘാടകർ, ജനപ്രതിനിധികൾ അവരെല്ലാം കൂട്ടായ പരിശ്രമത്തിൻ്റെ ഭാഗമായി ഏറ്റവും മാതൃകാപരമായ ബഡ്സ് സ്കൂളായി എരുമിയൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഈ ബഡ്സ് സ്കൂൾ ഇപ്പോൾ മാറിയിട്ടുണ്ട്. അതിൻ്റെ വാർഷികാഘോഷ പരിപാടികൾ ഔപചാരികതയുടെ പേരിൽ ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. തേൻ ചിന്ത് എന്ന ഷോർട്ട് ഫിലിമിന്റെ സ്വിച്ച് ഓൺ കർമ്മമാണ് ആൽബത്തിന്റെ. നാടൻപാട്ട് കലാകാരൻ പ്രണവം ശശി ചടങ്ങിൽ വിശിഷ്ടാതിഥിയായി. പഞ്ചായത്ത് പ്രസിഡന്റ് A. പ്രേമകുമാർ അധ്യക്ഷത വഹിച്ചു. ബഡ്സ് അധ്യാപിക K. സജനി റിപ്പോർട്ട് അവതരിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രജനി ബാബു, സ്ഥിരസമിതി അധ്യക്ഷൻ VV കുട്ടികൃഷ്ണൻ, ഗ്രാമപഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷന്മാർ, മെമ്പർമാർ, ഖാദി ബോർഡ് പ്രൊജക്ട് ഓഫീസർ S. കൃഷ്ണ, ജില്ലാ മിഷൻ കോർഡിനേറ്റർ KK ചന്ദ്രദാസ് എന്നിവർ പ്രസംഗിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ശിവകുമാർ സ്വാഗതവും P. അരവിന്ദാക്ഷൻ നന്ദിയും പറഞ്ഞു.